Everstrong Learning. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും എവിസ്ട്രോൺ ലേണിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലാസ് 3 മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂണിറ്റിലേക്ക് പോയാലോ? ഓക്കേ. അപ്പോൾ നമുക്ക് ഈ വരികളൊന്ന് വായിക്കാം. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ ചൊല്ലിത്തന്ന ഭാഷ എന്താണ്? അതാണ് നമ്മുടെ മാതൃഭാഷയായ മലയാള ഭാഷ. ആ മലയാള ഭാഷയെ നാം നമ്മുടെ അമ്മയ്ക്ക് സമാനമായി കാണണമെന്നാണ് ഈ വരികൾ നമ്മളോട് പറയുന്നത്. ഈ വളരെ മഹത്വമേറിയ വരികൾ രചിച്ചത് PT ഭാസ്കരൻ പണിക്കറാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ 2 വരികളാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടന്നാലോ? ഓക്കെ. കാക്കിരി പൂക്കിരി. കാക്കിരി പൂക്കിരി തെന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളിൽ നാവിനു സമ്മാനം. രാമകൃഷ്ണൻ കുമരനല്ലൂർ തൂവൽ എന്ന കൃതിയിൽ നിന്നും എഴുതിയതാണ് ഈ പാട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ആശയത്തിലേക്ക് കിടക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്. ഈ തേന്മാവിൻ്റെ എത്താൻ കഴിയാത്ത കൊമ്പത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അതിൽ പഴുത്തു തൂങ്ങി നിൽക്കുന്ന മനോഹരമായ മാങ്ങകളെ ഇവിടെ എഴുത്തുകാരൻ പറയുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു വിളിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ ആർത്തു വിളിക്കുന്നു എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. മാങ്ങകളുടെ സൗന്ദര്യം കണ്ട് സന്തോഷിക്കുന്ന കുട്ടികളെയും അത് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അവർ നിൽക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു. കാറ്റിൻ്റെ കൈകൾ കൊമ്പ് കുലുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാറ്റാൽ ആ കൊമ്പുകൾ കുലുങ്ങുന്നു എന്നും ഇവിടെ പറയുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. ഈ കുലുക്കം കൊണ്ട് കുറച്ചു മാങ്ങകൾ താഴെ വീഴുന്നു എന്നാണ് ഈ വരികളുടെ ആശയം. കാക്കിരി പൂക്കിരി തേൻതുള്ളികളിൽ നാവിനു സമ്മാനം. ഈ പഴുത്ത മാങ്ങകൾ തേൻതുള്ളികൾക്ക് സമാനമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ തേൻ കുടിക്കുന്നത് പോലെ തന്നെയാണ് ഈ മാമ്പഴം കഴിക്കുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു ക്ലാസ് വരേക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും ബൈ ഫ്രം എവിസ്ട്രോൺ ലേണിംഗ്.